വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസിലേക്ക് പോവുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിറ്റി ഷെയർസിലേക്ക് പോവുകയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം മാറും. ഇല്ലസ്ട്രേഷൻ 6 ആണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓൺ 1/4/2011 എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഡേറ്റ് വെച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. പുതിയ ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഡേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ നോക്കണം. On 1/4/2011, Sundar had 25,000 equity shares of X Limited at a book value of 15 per share. സുന്ദറിന് എക്സ് ലിമിറ്റഡിൻ്റെ 25,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. സോ എക്സ് ലിമിറ്റഡ് ഈസ് ദ കമ്പനി. ഈ കമ്പനിയിൽ ഒരുപാട് ഷെയറുകൾ കാണും. അതിൽ സുന്ദർ ഹാഡ് 25,000 ഇക്വിറ്റി ഷെയർസ് ഓൺ 1/4/2011. ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ ക്ലോസ് ചെയ്യുന്ന ഡേറ്റിൽ സുന്ദറിന് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ 25,000 ഷെയർ ഉണ്ടായിരുന്നു. ഇതിൽ ഈ ഷെയർ എടുത്തത് എന്നാണെന്ന് നമുക്ക് തന്നിട്ടില്ല. എന്നോ എത്രയോ നാളുകൾക്ക് മുമ്പോ ഈ എക്സ് ലിമിറ്റഡിന്റെ കയ്യിലുള്ള 25,000 ഷെയർ ഉണ്ട് എന്ന് വേണം നമ്മൾ സങ്കല്പിക്കാൻ, ഇൻ ദ അബ്സെൻസ് ഓഫ് ഇൻഫർമേഷൻ. പക്ഷെ നമ്മൾ എഴുതാൻ പോകുന്ന ഈ വർഷം ആരംഭത്തിൽ സുന്ദറിന്റെ ബുക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എഴുതുമ്പോൾ എക്സ് ലിമിറ്റഡിന്റെ 25,000 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ സുന്ദറിനുള്ള 25,000 ഷെയർസ് വെച്ച് വേണം ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് തുടങ്ങാൻ. ഇൻ ദ ബുക്സ് ഓഫ് സുന്ദർ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ്, അതാണ് നമ്മൾ എഴുതുന്ന അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ്. ഡേറ്റ്, particulars, number of shares, not nominal value അല്ല ഞാൻ എഴുതുന്നത്, നമ്പർ ഓഫ് ഷെയർസ്. അഥവാ നോമിനൽ വാല്യൂ എഴുതിയെന്ന് വെച്ച തെറ്റൊന്നുമില്ല. എനിക്ക് ഷെയറിന്റെ കാൽക്കുലേഷൻസ് കൂടുതൽ വരുന്നത് കൊണ്ട് ഞാൻ നമ്പർ ഓഫ് ഷെയർസിന്റെ കോളം എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ ഇൻട്രസ്റ്റിന് പകരം എന്തായിരിക്കും കിട്ടുക? വേരിയബിൾ ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ആണ് ഷെയർസ്. അതുകൊണ്ട് കിട്ടുന്ന ഇൻകത്തിന് എന്ത് പേര് പറയും? ഡിവിഡൻഡ്. ഡിവിഡൻഡ് കിട്ടുന്നത് ഡിവിഡൻഡ് കമ്പനി ഡിക്ലെയർ ചെയ്ത് റൈറ്റ് ടു റിസീവ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഡിവിഡൻഡ് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഡിവിഡൻഡിന് ഒരു കോളം, കോസ്റ്റ് കോളം, ഡേറ്റ്, particulars, number of shares, dividend, cost. So on 1/4/2011, two balance brought down 25,000 shares, 3,75,000. കാരണം അതിന്റെ ബുക്ക് വാല്യൂ പറഞ്ഞിരിക്കുന്നത് 15 per share ആണ്. 25,000 into 15, 3,75,000. നോമിനൽ വാല്യൂ 10 ആണ്, പക്ഷെ ബുക്ക് വാല്യൂ 15 ആണ്. അന്നത്തെ കോസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എഴുതേണ്ടത്. അതുകൊണ്ട് 25,000 ഡിവിഡൻഡ് കോളമിൽ 3,75,000. ഇൻട്രസ്റ്റ് അക്രൂ ചെയ്യുന്ന പോലെ ഡിവിഡൻഡ് അക്രൂ ചെയ്യുകയില്ല. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് ഇൻകത്തെ പറ്റി എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ 25,000 ഷെയർ എക്സ് ലിമിറ്റഡിന്റെ കയ്യില്, എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയില് സുന്ദറിന് 25,000 ഷെയർ ഉണ്ടായിരുന്നു. ഈ കമ്പനി എന്നാ നിലവിൽ വന്നതെന്നോ കമ്പനി എന്നാ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തതെന്നോ ഒന്നും നമുക്കറിയില്ല. എനിവേ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ സുന്ദർ എന്ന് പറയുന്ന ആൾക്ക് 25,000 ഷെയർസ് ഓൾറെഡി ഉണ്ട്. അടുത്ത ലൈനിൽ ഓൺ 20th June 2011 he purchased another 5,000 shares of the company at 16 per share. To bank 5,000 share purchase. ഈ ഷെയർ എവിടുന്ന പർച്ചേസ് ചെയ്യുക? ഫ്രം ദ സ്റ്റോക്ക് മാർക്കറ്റ്. അല്ലാണ്ട് കമ്പനിയുടെ നേരിട്ട് കമ്പനി ഓരോ ദിവസവും വിൽക്കുകയല്ല ചെയ്യുന്നത്. റൗണ്ട് റേറ്റ്. അപ്പൊ സുന്ദരി എന്ന് പറയുന്ന ഒരു ഷെയർ ഹോൾഡർ ഉണ്ടെന്ന് വിചാരിക്കുക, സുന്ദറിന്റെ വൈഫാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലെ 2 ഷെയർ ഹോൾഡർ ആണ് സുന്ദരനും സുന്ദരിയും. സുന്ദരി ഷെയർ മാർക്കറ്റിൽ വിൽക്കാൻ തീരുമാനിച്ചു. സുന്ദരൻ ആ ഷെയർ ഇങ്ങോട്ട് അക്വയർ ചെയ്യാൻ പോവുക. അപ്പൊ സുന്ദരിക്കും കഴിഞ്ഞ വർഷം ഷെയർ ഉണ്ടായിരുന്നു. ഏത് കമ്പനിയിലെ? എക്സ് ലിമിറ്റഡിന്റെ. അന്ന് സുന്ദറിന്റെ 25,000 ഷെയറും സുന്ദരിയുടെ 5,000 ഷെയറും ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇയറിൽ സുന്ദറിന്റെ കയ്യിൽ എത്ര ഷെയർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പറയും? 25,000. കഴിഞ്ഞ മാർച്ച് 31
സുന്ദരിയുടെയിൽ എത്ര ഷെയർ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും 5000 ഷെയർസ്. ആ 5000 ഷെയർസ് ഈ ജൂൺ ആയപ്പോൾ ആര് വാങ്ങിക്കുന്നു? സുന്ദരൻ വാങ്ങിക്കുന്നു. സുന്ദരിക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. എത്ര ഷെയർ? 5000. എത്ര രൂപ വെച്ച്? 16 രൂപ വെച്ച്. 16 per share. 5000 into 16, 80,000. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഓർത്തിരിക്കണം. ലാസ്റ്റ് ഇയറിൽ സുന്ദരന്റെ എത്ര ഷെയർ? 25,000 ഷെയർ. സുന്ദരിയുടെ എത്ര ഷെയർ? 5,000 ഷെയർസ്. സുന്ദരിയുടെ ഇരുന്ന ഷെയർ ആര് വാങ്ങിച്ചു? സുന്ദരൻ വാങ്ങിച്ചു. എന്ന് വാങ്ങിച്ചു? 20th ജൂണിൽ വാങ്ങിച്ചു. ഓക്കെ, ഇത് ഡിവിഡന്റ് കാര്യം വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൂടി കേൾക്കേണ്ടതായതുകൊണ്ട് മാത്രം ഞാൻ സുന്ദരനെ സുന്ദരിയെയും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. Now, the directors of X Limited announced a bonus and right issue. Bonus issue means കമ്പനിയിൽ ധാരാളം പ്രോഫിറ്റ് ഉണ്ട്. കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുന്നതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് ബോണസ് ഷെയറിനെ പറ്റി. Bonus shares are issued by X Limited. So Sundar will also get bonus shares. Why? Sundar is an existing shareholder of X Limited. Directors of X Limited announced a bonus and right issue. What is right issue? What is right issue? നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവർക്കുള്ള റൈറ്റ് ആണ് കമ്പനി എന്ന് ഫ്രഷ് ആയി ഷെയർ ഇഷ്യൂ ചെയ്താലും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടേ പബ്ലിക്കിന് കൊടുക്കാവുള്ളൂ. സോ സുന്ദരനും സുന്ദരിക്കും ഒക്കെ റൈറ്റ് ഷെയറിന് അവകാശമുണ്ട്. ദാറ്റ് ഈസ് देयर റൈറ്റ് ടു റിസീവ് ദ ഷെയർസ് ഫസ്റ്റ്. പക്ഷെ ആ ഷെയർ പബ്ലിക്കിന് കൊടുക്കുന്നത് പോലെ തന്നെ ഇവർക്കും കൊടുക്കുമ്പോൾ ഇവർക്ക് ആദ്യമേ കൊടുക്കും, ഓഫർ ചെയ്യും. നിങ്ങൾക്ക് റൈറ്റ് ഷെയർ വേണമോ? കമ്പനി റൈറ്റ് ഷെയർ തരാം, വിലയുണ്ട്, വില കൊടുക്കണം. ബോണസ് ഷെയർ പോലെ ഫ്രീ അല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് റൈറ്റ് ഷെയർസ് റിസീവ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ വേണോ എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. വേണമെങ്കിൽ എടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് റിനൗൺസ് ചെയ്യാം, മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാം. ഇപ്പൊ സുന്ദരന് കിട്ടുന്ന റൈറ്റ് സുന്ദരൻ വേറൊരാൾക്ക് ആ റൈറ്റ് നിങ്ങൾ വാങ്ങിച്ചോ ഷെയർ എന്ന് പറഞ്ഞ ഒരു ചെറിയ എമൗണ്ട് കളക്ട് ചെയ്തുകൊണ്ട് വാങ്ങിക്കൊടുക്കാം. അതിൽക്ക് ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ കൊടുക്കാം. അപ്പൊ മറ്റേ ആൾ പൈസ കൊടുത്താലേ ഷെയർ കൊടുക്കുകയുള്ളൂ. ആരുടെ റൈറ്റ്? സുന്ദരന്റെ റൈറ്റ്. അപ്പം നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയി ഷെയർ കിട്ടിയാൽ ദാറ്റ് ഈസ് ബോണസ് ഷെയർസ്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഷെയർസ് കൊടുത്താൽ അതിന് ക്യാഷ് കൊടുക്കണം. അപ്പൊ രണ്ടും ബോണസ് ഷെയറും റൈറ്റ് ഷെയറും ഇവിടെ കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ട്. ഏത് കമ്പനി? എക്സ് ലിമിറ്റഡ് അനൗൺസ്ഡ് എ ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ. നോ ഡിവിഡൻഡ് വാസ് പേയബിൾ ഓൺ ദീസ് ഇഷ്യൂസ്. നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു പദമാണ്. ഡിവിഡൻഡ് ഈ ഷെയർസിന് കൊടുക്കില്ല. അപ്പൊ ആരും ധരിച്ചു വെച്ചേക്കരുത് റൈറ്റ് ഷെയർസിനും ബോണസ് ഷെയറിനും ഡിവിഡൻഡ് കിട്ടിയില്ല എന്നുള്ള ഒരു ധാരണയെ വേണ്ട. റൈറ്റ് ഷെയറും ബോണസ് ഷെയറും വന്നാൽ നിലവിലുള്ള ഷെയർ ഹോൾഡർക്ക് അത്രയും ഷെയറും കൂടെ കൂടും, ആ ഷെയറിനും ഡിവിഡൻഡും ഒക്കെ കിട്ടും. പക്ഷെ ഈ കണക്കിൽ കിട്ടില്ല എന്ന് പറയുന്നതിന് കാരണം കുറച്ചുകൂടെ കഴിയുമ്പോഴേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതായത് റൈറ്റ് ഷെയറും ബോണസ് ഷെയറും ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പുള്ള പീരീഡിലെ ഡിവിഡൻഡ് ആണ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ റൈറ്റ് ഷെയർ ഹോൾഡേഴ്സിനോ ബോണസ് ഷെയർസിനോ നമുക്ക് ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് റൈറ്റ് ഷെയറും ബോണസ് ഷെയറും ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് ഡിവിഡൻഡ് അലോട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബോണസ് ഷെയറിനും റൈറ്റ് ഷെയറിനും ഡിവിഡൻഡും കൂടി കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് ഈ വർഷം കൊടുത്താൽ ഈ വർഷം ഇഷ്യൂ ചെയ്ത ഷെയറിന് ഡിവിഡൻഡ് റേറ്റ് അവകാശപ്പെടാൻ പറ്റിയല്ല. അപ്പൊ ഈ കണക്കിൽ എങ്ങാനും കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ആണ് ഈ വർഷം കൊടുക്കുന്നതെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ആർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയല്ല. ബോണസ് ഷെയർസിന്റെ ഡിവിഡൻഡ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയല്ല. റൈറ്റ് ഷെയർസിന്റെ ഡിവിഡൻഡ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയല്ല. അപ്പൊ സുന്ദറിന് പണ്ടുണ്ടായിരുന്ന 25,000 ഷെയറിന് മാത്രമേ ആ ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് ഈ നവംബറിൽ ഈ വർഷത്തെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഈ വർഷം അവസാനം ഈ വർഷത്തെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഷെയറിനും ബോണസ് ഷെയറിനും ഒക്കെ ഡിവിഡൻഡ് വരും. ഇതാ ഈ കണക്കിന്റെ അകത്ത് ഈ കണക്കുകൾ അങ്ങോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലം ഇതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനിയും മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബോണസ് ഷെയർസ് 16/8 ഓഗസ്റ്റ് മാസത്തിലാണ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത്. 1:6 എന്നുള്ള റേഷ്യോയിലാണ്. 1 ഷെയർ ഫോർ എവറി 6 ഷെയർസ്.
1 share for every 6 shares. So right, നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞതിന് ശേഷം 25,000 ഷെയർ ഓൾറെഡി ഉണ്ടായിരുന്നു, 5,000 ഷെയർ കൂടെ വാങ്ങിച്ചു. ഇപ്പൊ മൊത്തം എത്ര ഷെയർ ഉണ്ട്? 30,000 ഷെയർ ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് എത്ര വരും? വർക്കിംഗ് നോട്ട് നമ്പർ 1, നമ്പർ ഓഫ് ബോണസ് ഷെയർസ്, നമ്പർ ഓഫ് ബോണസ് ഷെയർസ് is equal to 30,000 ഷെയർസ്. എങ്ങനെ 30,000 വന്നത്? 25,000 plus 5,000 into 1/6. 1 share for every 6 shares. എത്ര ഷെയർ വരും? 5,000 ഷെയർസ് വരും. 5,000 ഷെയർസ് to bonus shares 5,000. കോസ്റ്റ് ഉണ്ടോ? nil. കോസ്റ്റ് nil. ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. സോ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടും, കോസ്റ്റ് കൂടില്ല. ക്ലിയർ? Next, due date right shares basis is 3:7 on 31/8/2011 at a price of 15 per share. Right shares bonus share കഴിഞ്ഞല്ലേ കൊടുക്കുന്നത്? അതെ. അപ്പോൾ റൈറ്റ് ഷെയർസ് കൊടുക്കുമ്പോൾ ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് ആ റൈറ്റ് കിട്ടിയാലേ തീർച്ചയായിട്ടും. നിലവിലുള്ള സുന്ദറിന് 25,000 ഷെയറിന് 5,000 ബോണസ് ഷെയർ കൂടെ കിട്ടുകയാണ്. ഇത് വാങ്ങിച്ച ഷെയറാണ്. വാങ്ങിച്ച ഷെയറിന് ഇത് കിട്ടണമെന്നില്ല. വാങ്ങിച്ച ഷെയർ കൂടെ കൂട്ടി 30,000 ഷെയറിനാണ് ഇപ്പൊ ബോണസ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ 5,000 ഷെയറിനും കൂടെ വരുമ്പോൾ 35,000 വരും. 25,000 പ്ലസ് 5,000 പ്ലസ് 5,000 35,000 ഷെയർസിനാണ് റൈറ്റ് ഷെയർസ് 3:7. 3 shares for every 7 shares. So 35,000 into 3 shares for every 7 shares. That comes to 15,000 shares. 15,000 right shares. Okay. ശ്രദ്ധിക്കൂ, 15,000 റൈറ്റ് മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ 15,000 ഷെയർ 15 രൂപ വെച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഒരു ഷെയർ പോലും എടുക്കാതിരിക്കാം. ഒരു ഷെയർ പോലും എടുത്തില്ലെങ്കിൽ നമുക്കൊന്നും എഴുതാനില്ല. അതിനി കണക്കിൽ പറയുന്നത് എങ്ങനെയാന്ന് നോക്കണം. ഷെയർ ഹോൾഡേഴ്സ് were entitled to transfer their right in full or in part. അതാണ് ഞാൻ പറഞ്ഞത്. Here the Sundar has the right to transfer the entire shares or to subscribe the entire shares. Okay. Accordingly, Sundar sold 33 and 1/3% of his entitlement to Segar for a consideration of 2 per share. That means Sundar transferred the right, 1/3 of his right, to whom? To Segar, another person. ഇപ്പൊ ഞാനാണ് സുന്ദരനെങ്കിൽ എനിക്കുള്ള ഷെയറിന്റെ റൈറ്റ് ഷെയറിന്റെ, അതായത് 15,000ന്റെ 1/3 ഞാൻ ശേഖറിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ ആരായിരിക്കും ഷെയർ ഹോൾഡറായി മാറുക? ശേഖർ. അത് എന്റെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഷെയറിന് എത്ര രൂപ വെച്ചാണ് കൊടുക്കുന്നത്? 2 രൂപ വെച്ച്. എത്ര ഷെയർ? അപ്പൊ നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് സബ്സ്ക്രൈബ്, നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് സബ്സ്ക്രൈബ്ഡ്. How much? 15,000 into 2/3. That comes to 10,000. ഇതിന് പൈസ കൊടുക്കണം. Number of shares transferred. 15,000 into 1/3. 33 and 1/3%. So that comes to 5,000. അപ്പൊ 5,000 ഷെയറിന് എനിക്ക് 2 രൂപ വെച്ച് എത്ര കിട്ടും? 10,000 കിട്ടും. സുന്ദറിന് കിട്ടും. That will not recorded here. According to accounting standard 13, sale of right, the entire sale proceeds from the right issue. സുന്ദറിന് അയാളുടെ റൈറ്റ് ശേഖറിന് കൊടുക്കുന്നതിന് സുന്ദറിന് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് 2 രൂപ. ശേഖർ 15 രൂപ കൊടുത്ത് വേണം പബ്ലിക്കിന്റെ കമ്പനിയുടെ വാങ്ങിക്കാനായിട്ട്. കൂടാതെ 2 രൂപ ആർക്കും കൂടെ കൊടുക്കണം? സുന്ദറിനും കൂടെ കൊടുക്കണം. സുന്ദറിന് കിട്ടുന്ന ഈ 2 രൂപ സുന്ദറിന്റെ ഇൻകം ആണ്. അതെവിടെ എഴുതുകയുള്ളൂ? The entire sale proceeds are credited to the P&L account as per accounting standard 13. അത് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കണം. Sale of right, the sale proceeds from right issue. Sale proceeds from right issue. Completely credited to the P&L account. Completely credited to the P&L account as per accounting standard 13. As per accounting standard 13.
അപ്പൊ എത്ര ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു? 10,000. എത്ര രൂപ വെച്ചാ? 15 വെച്ച്. 15 ചിലപ്പോൾ ചില കണക്കുകളിൽ അത് 2 പ്രാവശ്യമായി കൊടുത്താൽ മതി എന്നൊക്കെ പറയും. 7,500 രൂപ വെച്ച് 7,500 രൂപ വെച്ചൊക്കെ. പക്ഷെ ഇവിടെ ഫസ്റ്റ് ടൈം ഒരുമിച്ചാണ് പറയുന്നുണ്ട്. Dividends were share acquired by him on dividends for shares for a consideration of 2 per share. Due date for payment 30/9/2011, 30th September to bank right shares. ഇവിടെ to bonus shares to bank വരികയല്ല, കാരണം എന്താ? ഫ്രീ ഓഫ് കോസ്റ്റ്. So to bonus shares then to bank 30th 9. നിങ്ങൾ ഡേറ്റ് എഴുതാൻ മറന്നു പോകരുത്. to bank right shares. How many shares? 10,000. Dividend illa at a cost of 15 per share. That comes to 1,50,000. Okay. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെയൊക്കെ നമ്മൾ പോകാൻ പോവുകയാണ്. Dividends for the year ended 31/3/2011. എന്നത്തെ ഡിവിഡൻഡാ? 31/3/2011. അതെന്നാ? ലാസ്റ്റ് ഇയർ 1/4/2011 ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇവിടെ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഏത് ഇയർലിയാ? ലാസ്റ്റ് ഇയർലിയാ. നോക്കണം, ലാസ്റ്റ് ഇയറിൽ എന്റെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 2 ഷെയർ ഹോൾഡർ ഉണ്ട്. ഒന്ന് സുന്ദരനും മറ്റൊന്ന് സുന്ദരന്റെ വൈഫ് സുന്ദരിയും. സുന്ദരൻ എത്ര ഷെയർ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയറിൽ? 25,000 എക്സ് ലിമിറ്റഡിന്റെ. സുന്ദരിയിൽ എത്ര ഉണ്ടായിരുന്നു? 5,000. അപ്പൊ ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. എന്നാ ഡിക്ലെയർ ചെയ്തത്? Dividend for the year ended 31/3/2011 at the rate of 20% were declared by X Limited and received by Sundar on 31st October 2011. ആർക്കാ ഡിവിഡൻഡ് കിട്ടുന്നത്? അന്നേരം സുന്ദറിന്. ഏതൊക്കെ ഷെയറിന്റെ? ഈ 25,000 ഷെയറിന്റെയും കിട്ടും, ഈ 5,000 ഷെയർ സുന്ദരിയുടെ വാങ്ങിച്ചതിന്റെയും കിട്ടും. ശ്രദ്ധിക്കണേ ഇനി. അപ്പൊ കഴിഞ്ഞ വർഷം ഇടയിൽ എത്ര ഷെയർ ഉണ്ടായിരുന്നു? 25,000. അതിന്റെ റൈറ്റ് അയാൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അതിനെ പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് എന്നാ പറയുന്നത്. പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ്, ഷെയർ അക്വയർ ചെയ്തതിന് ശേഷമുള്ള പീരീഡിലെ ഡിവിഡൻഡിനെ പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് എന്ന് പറയും. ദാറ്റ് ഈസ് ഹിസ് ഇൻകം. 25,000 അതിന്റെ നോമിനൽ വാല്യൂ 10 ആണ്. 25,000 into 10 എത്ര വരും? 2,50,000. 2,50,000 20% ആണ് ഡിവിഡൻഡ്. എത്ര വരും? 50,000. So that 50,000 is his dividend income. Bye bye. 2,50,000 into 20%, 50,000. So the Sundar has the right to receive dividend on his shares acquired before 1/4/2011. That is his income. ഇനി എന്താ കുഴപ്പം? ഇതിന് ഡിവിഡൻഡ് ആയി കിട്ടും. കാരണം അതിന്റെ ഡിവിഡൻഡ് ഒക്ടോബറിലേ കിട്ടുള്ളൂ. ഒക്ടോബറിന് മുമ്പ് അതിൽ ഷെയർ അക്വയർ ചെയ്തു. കംറൈറ്റ് ഡിവിഡൻഡ് ആയിരിക്കും വാങ്ങിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഡിവിഡൻഡ് വാങ്ങിക്കാൻ പോയി. സുന്ദരന് വാങ്ങിക്കാം. ആർക്ക് കിട്ടേണ്ട ഡിവിഡൻഡാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ആണ് ഇതെങ്കിൽ കഴിഞ്ഞ വർഷം ഈ ഷെയർ അക്വയർ ചെയ്തിരുന്ന ആരുടെ ഇല്ല? സുന്ദരിയുടെ ഇല്ല. മനസ്സിലായോ? അപ്പൊ സുന്ദരിക്ക് കിട്ടേണ്ട ഡിവിഡൻഡ് ഇപ്പൊ ആര് വാങ്ങിച്ചെടുക്കുക? സുന്ദരൻ വാങ്ങിച്ചെടുക്കുക. വൈ? ബിക്കോസ് സുന്ദരൻ purchased that shares from Sundari from 20th June. അപ്പൊ ഈ 5,000 ഷെയറും നിലവിൽ ഈ വർഷം ഇഷ്യൂ ചെയ്തതല്ലായിരുന്നു, നേരത്തെ ഇഷ്യൂ ചെയ്തതായിരുന്നു. നേരത്തെ സുന്ദരിയുടെയിലായിരുന്നു. സുന്ദരിക്ക് കിട്ടേണ്ട ഡിവിഡൻഡ് ഇപ്പോൾ ആർക്ക് കിട്ടും? സുന്ദറിന് കിട്ടും. ആ ഡിവിഡൻഡിനെ പറയുന്നത് പ്രീ അക്വിസിഷൻ. വാക്ക് കേൾക്കൂ, പ്രീ അക്വിസിഷൻ. ഷെയർ അക്വയർ ചെയ്തതിന് മുമ്പുള്ളത്. എന്നാ അക്വയർ ചെയ്തത്? 20th ജൂണിൽ. 20th ജൂണിലുള്ള ഡിവിഡൻഡ് ആണോ അതിന് ശേഷമുള്ള ഡിവിഡൻഡ് ആണോ? അല്ല. അപ്പൊ ഷെയർ അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള ഡിവിഡൻഡ് ആണ് ഈ കിട്ടുന്ന 5,000 into 10 into 20%, 10,000. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എഴുതണം പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് is treated as pre-acquisition dividend is treated as
capital received. Therefore, that will credited to the investment account. That will credited to the investment account for reducing the cost of investment. For reducing the cost of investment. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുക. 80,000 കൊടുത്ത സുന്ദരിയുടെ നിന്ന് 5,000 ഷെയർ വാങ്ങിയത്. 80,000 കൊടുത്തത് വാങ്ങിക്കുമ്പോൾ സുന്ദരിക്ക് 50,000 രൂപ കിട്ടും. പക്ഷെ സുന്ദരിക്ക് എന്ത് പോകും? റൈറ്റ് ടു റിസീവ് ദ ഡിവിഡൻഡ് പോകും. ആ ഡിവിഡൻഡ് ആർക്കാ കിട്ടുക? സുന്ദരൻ. അപ്പൊ സുന്ദരന്റെ കോസ്റ്റ് എത്ര കുറയും? 10,000 കുറയും. അതുകൊണ്ടാണ് ബൈ ബാങ്ക് 10,000 ഞാൻ ഏത് കോളത്തിൽ എഴുതിയിരിക്കുന്നത്? കോസ്റ്റ് കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഡിവിഡൻഡ് ഇൻകം കോളത്തിൽ എഴുതിയില്ല. വ്യത്യാസം മനസ്സിലായോ? ഇനി ഈ വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ ആ ഡിവിഡൻഡ് മൊത്തം ഈ ഷെയറിനെല്ലാം സുന്ദരന് തന്നെയാണ്. അത് മുഴുവനായിട്ട് ഇൻകം കോളത്തിൽ തന്നെ എഴുതണം. ഇവിടെ പറ്റിയത് കഴിഞ്ഞ ഇയറിലെ ഡിവിഡൻഡ് ആണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ ഇയറിൽ ഷെയർ ഉണ്ടായിരുന്നത് 25,000 ഉള്ളൂ സുന്ദരന്റെ. കഴിഞ്ഞ വർഷം ഡിവിഡൻഡ് ഷെയർ ഉണ്ടായിരുന്ന സുന്ദരിയുടെ നിന്ന് ഈ വർഷം വാങ്ങിച്ചപ്പോൾ ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റും കൂടെ വാങ്ങിച്ചു. അതുകൊണ്ട് ആ ഡിവിഡൻഡ് ഇൻകം എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എവിടെയാണ് കാണിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. നോക്കൂ, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് 80,000, ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ് 10,000. മനസ്സിലായോ? സോ റൈറ്റ് ദ എൻട്രി. when dividend received from post acquisition profit, when dividend received from post acquisition profit, entry bank account debted to dividend received, bank account debted to dividend received, bank account debted to dividend received, then dividend received account debted to P&L account, dividend received account debted to P&L account. എഴുതിയോ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിവിഡൻഡ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു P&L account. Dividend received is the income column. That is why dividend received is shown here in credit side 50,000. Okay. അടുത്ത ലൈനിൽ എഴുതണം. Dividend received for pre-acquisition. When dividend received from pre-acquisition profit. ഷെയർ അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിന്റെ ഡിവിഡൻഡ് ആണ് കിട്ടുന്നത് എങ്കിൽ when dividend received from pre-acquisition profit അല്ലെങ്കിൽ pre-acquisition period, entry bank account debted to investment account, bank account debted to investment account, bank account debted to investment account. മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നു. ഓപ്പണിംഗ് കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ആണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒക്ടോബറിൽ. അതേസമയത്ത് ഈ വർഷത്തെ ഡിവിഡൻഡ് ആയിരുന്നെങ്കിൽ ഇവിടെ പറയുന്ന എല്ലാ ഷെയറിനും ഇൻക്ലൂഡിംഗ് റൈറ്റ് ഷെയർ, ബോണസ് ഷെയർ എല്ലാത്തിനും ഡിവിഡൻഡ് കിട്ടിയത്. അങ്ങനത്തെ കണക്കിന് ചെയ്യും. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞ വർഷം നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിൽ എത്ര ഷെയർ ഉണ്ടോ അതിന് മൊത്തം ഡിവിഡൻഡ് ഇൻകം ആയിട്ട് എഴുതാം. അതിനിടയ്ക്ക് വെച്ച് വാങ്ങിച്ച ഷെയറിന്റെ ഡിവിഡൻഡ് ഏത് കോളത്തിലേ എഴുതാൻ പാടുള്ളൂ? കോസ്റ്റ് കോളത്തിലേ വരുള്ളൂ. അതുകൊണ്ട് കോസ്റ്റ് കുറയും. 80,000 10,000 പോയാൽ ഈ 5,000 ഷെയറിന്റെ കോസ്റ്റ് എത്രയായി മാറും? 70,000 ആയി മാറും. റൈറ്റ്? ഓക്കെ, വീണ്ടും മുന്നോട്ട് പോകാം. On 15/11/2011 Sundar sold 25,000 equity shares at a premium of 5 per share. What is the value per share? 10 is the par value, premium 5, so the selling price comes to 15. How many shares sold? 25,000 shares on 15/11. Buy bank 25,000 in bracket sale of shares. 25,000 into 15, 3,75,000. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിബഞ്ചറിലോ ഗവൺമെന്റ് ബോണ്ട്സിലോ ഒക്കെ ചെയ്യുന്ന പോലെ ഇവിടെയും ഷെയർ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പ്രോഫിറ്റോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഫിഫോ മെത്തേഡ് അല്ല ഇവിടെ ഫോളോ ചെയ്യുക. ഇവിടെ ആവറേജ് കോസ്റ്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുക. ഡിബഞ്ചറിലൊക്കെ ഫിഫോ മെത്തേഡ് ഫോളോ ചെയ്യുന്നതെങ്കിൽ in share questions the average cost of the share is to be ascertained in order to get the profit or loss. What is average cost? 3,75,000 is the cost of 25,000.
80,000 is the cost of 5,000. And that will reduce by 10,000. Am I right? Then bonus shares, there is no cost at all. For 10,000 shares, 1,50,000 is the cost. Only one item will reduce the cost, that is dividend received on pre-acquisition profit. Am I right? So, average cost of 25,000 shares is equal to 3,75,000 plus 80,000 plus 1,50,000, okay, minus 10,000. ഇവിടെയുള്ള കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് 10,000 ഞാൻ മൈനസ് ചെയ്തു. സെയിലിന് മുമ്പുള്ളത് വരെ, സെയിലിന് മുമ്പ് വരെ ഉള്ളത്. ഓക്കെ, അപ്പൊ എത്ര കിട്ടി എനിക്ക്? ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഹൗ മെനി ഷെയർസ്? 25 കഴിഞ്ഞു. 25,000 plus 5,000 plus 5,000 plus 10,000, that comes to 45,000 into 25,000, that comes to 3,30,556. 555.5 വരും. ഞാൻ റൗണ്ട് ചെയ്തു 3,30,556. That is the cost of average cost of investment sold. But the selling price is 3,75,000. Here the selling price is more than the cost, that resulted a profit. Am I right? That resulted a profit. Okay, so profit in the entry, when investment sold, it is a profit. The average cost is, then profit is equal to 3,75,000 minus 3,44,444. The entry is investment account debted to P&L account in cost column. Okay, ഇനി ഒരു ട്രാൻസാക്ഷനും നടന്നിട്ടില്ല. You are recorded to prepare in the books of Sundar the investment account. So how many shares remaining? 45,000 minus 25,000. How many shares remaining? 20,000 remaining in hand. Okay, 20,000 shares. By balance carry down 20,000 shares. This is the balancing here. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. How? Average cost of 25,000 shares is equal to 3,75,000 plus 80,000 plus 1,50,000 minus 10,000 divided by 45,000 into 20,000. ഇവിടെ മാർക്കറ്റ് പ്രൈസ് തന്നിരുന്നെങ്കിൽ ഈ കോസ്റ്റ് ഇവിടെ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ താഴെ മാർക്കറ്റ് പ്രൈസും കൂടെ എഴുതണം. കോസ്റ്റ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് മാർക്കറ്റ് പ്രൈസ്, ഇപ്പം ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ് 10 ആണെന്ന് വിചാരിക്കൂ. 20,000 into 10 എത്ര വരും? 2 lakh വരും. അപ്പൊ ബൈ ബാലൻസ് ക്യാരി ഡൗൺ ഇവിടെ എത്ര എഴുതണ്ടേ? 2 lakhs. അപ്പൊ ഇത് ടാലി ആകാതെ പോകും. അപ്പൊ എത്ര രൂപ ഡിഫറൻസ് വരും? 64,444. അത് എങ്ങോട്ട് മാറ്റണം? ബൈ P&L account. Okay, so the investment should be valued at cost or market price, whichever is lower. Here the market price is not given, so it is valued at cost price. If market price is given, then you have to compare cost with the market price. Whichever is lower is to be shown here. Suppose market value is less than the cost, here 20,000 shares should be valued at its market price and the difference should be transferred into P&L account. Loss on revaluation. Okay. And you are going to prepare in the books of Sundar the investment account. This is the investment account. Okay. By balance carry down 20,000, 2,64,444. ഓക്കെ, നോട്ട്സ് എല്ലാം എഴുതി കഴിഞ്ഞല്ലോ. ഇനി P&L അക്കൗണ്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ P&L അക്കൗണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരാം. P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് പ്രോഫിറ്റ് ഒന്നും തന്നിട്ടില്ല പ്രീവിയസ് ഇയറിലെ. ഇപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വിറ്റപ്പോൾ എത്ര കിട്ടി? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ബൈ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഹൗ മച്ച്? 44,444. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു P&L അക്കൗണ്ട്. ഡിവിഡൻഡ് കിട്ടിയപ്പോൾ എൻട്രി ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിവിഡൻഡ് റിസീവ്, ഡിവിഡൻഡ് റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു P&L അക്കൗണ്ട്. ബൈ ഡിവിഡൻഡ് റിസീവ്ഡ്, ബൈ ഡിവിഡൻഡ് റിസീവ്ഡ് 50,000. 10,000 എഴുതില്ല. ഓക്കെ, one more item, sale of right. അതിനെ നോട്ട് എഴുതി തന്നിട്ടുണ്ട്. The entire sale proceeds of right issue is transferred to the P&L account. Am I right? So the entire sale price by sale price of
right shares, how much? 10,000. This is credited to P&L account. പണ്ട് ഇത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് എഴുതുമായിരുന്നു. ഇപ്പോൾ അക്കോർഡിംഗ് ടു AS 13 the sale proceeds from the right issue should be credited to the P&L account by Mr. Sundar because it is income to the Sundar. Balance sheet. എത്ര വരുന്നു ബാലൻസ്? അത് വെറുതെ ബാലൻസ് carry down ആയിട്ട് എഴുതിയാൽ മതി. To balance carry down how much? 104,444. 104,444. Triple four, 4 ഫോറുകൾ വരും. ഓക്കെ, ദിസ് ഈസ് ദ ബാലൻസിങ് ഫിയർ. നമുക്ക് എൻ്റെ P&L അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എഴുതാൻ, ബാക്കി ഇൻകം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതി തീർത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. വളരെ വിശദമായി നിങ്ങൾ മനസ്സിലാക്കി ഈ കണക്ക് ചെയ്തെടുക്കുക. ഇത്രയും ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കിനി ഞാൻ 2 ഹോംവർക്ക് തരാം. തൊട്ടടുത്ത ഇല്ലസ്ട്രേഷൻ 7 ചെയ്യണം. ഇതുപോലെ തന്നെ ഇല്ലസ്ട്രേഷൻ 7 how to do it as homework. ഓരോന്നും വായിച്ച് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെയുള്ള കണക്കാണ്. ഇവിടെ 20,000 ഷെയർ ഉണ്ടായിരുന്നു ഓപ്പണിംഗ് ഡേറ്റിൽ, പിന്നീട് ഒരു 5,000 ഷെയർ വാങ്ങിച്ചു. ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർലിയാണ്. പ്രീവിയസ് ഇയറിലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കുസ്നി പറയുന്നുണ്ട് ഡിവിഡൻഡ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2011. മാർച്ച് 2011 ശേഷമാണ് ഇവിടെ രണ്ടാമത്തെ ഷെയർ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് അത് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് ആയി ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ 20,000 ഷെയറിന്റെ ഡിവിഡൻഡ് ഇൻകം കോളത്തിൽ എഴുതും, ഡിവിഡൻഡ് കോളത്തിൽ എഴുതും. പിന്നീട് വാങ്ങിച്ച ഷെയറിന്റെ ഇൻകം നമ്മൾ കോസ്റ്റ് കോളത്തിൽ എഴുതുകയുള്ളൂ. ഞാൻ എഴുതിയ ബൈ ബാങ്ക് 50,000 ഇങ്ങനെ രണ്ടായിട്ട് വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ബൈ ബാങ്ക് 25,000 2,50,000 എങ്ങനെ വന്നു? 25,000 into nominal value. ഓക്കെ, ഇവിടെ 50,000 എങ്ങനെ വന്നു? 5,000 into 10. അതിന്റെ 20% സെപ്പറേറ്റ് എഴുതി. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ആവറേജ് കോസ്റ്റ് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതിനൊക്കെ സെയിൽ ഓഫ് ഷെയർസിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും അതുപോലെ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനും. ഈ ക്വസ്റ്റിന്റെ ലാസ്റ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യണം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യണം. എന്നിട്ട് ഏതാ കുറവെന്ന് വെച്ചാൽ അത് എഴുതാം. മിക്കവാറും കോസ്റ്റ് ആയിരിക്കും കുറവ്. കോസ്റ്റ് അങ്ങ് എഴുതിയേക്കണം. കോസ്റ്റ് കുറവാണെങ്കിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. മാർക്കറ്റ് പ്രൈസ് കുറവാണെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് മാറ്റാൻ പോണ്ടി വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുക. കൂടാതെ one more illustration 5 കൂടെ ചെയ്യുക. illustration 5 ഇങ്ങനെയാണ് തുടങ്ങുക. 1st April 2011 Rajat has 50,000 equity shares of P Limited at book value of 15 per share. അത് അപൂർണമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന അത്രയും ചെയ്ത് നിർത്തിയാൽ മതി. എങ്ങനെയാണ് റൈറ്റ് ഷെയറും ബോണസ് ഷെയറും എഴുതേണ്ടത് എന്ന് കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 3 കണക്കുകളും ചെയ്യുക. ബാക്കി നാളെ കാണാം. ഓക്കെ, സിമ്പിൾ ആയിട്ടാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി 2 വട്ടം ചെയ്തു നോക്കണം. ബാക്കി കുറച്ചുകൂടെ നല്ല കണക്കുകളിലേക്ക് എത്താൻ നാളെ കാണാം. ഓക്കെ, അതുവരേക്കും വണക്കം.